ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്രീ പ്രണവ് വ്ളോഗ്സ്. ഇന്നൊരു ഫ്രീ ഫയർ ഗെയിമിംഗ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ നേരെ ബോക്സിംഗ് ജിമ്മിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിട്ട് താഴത്ത് വല്ല എനിമി ഉണ്ടെങ്കിൽ അവൻ പോണവരെ വെയിറ്റ് ചെയ്തിട്ട് താഴത്തിറങ്ങി ലൂട്ട് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമ്മൾ പാരച്യൂട്ടൊക്കെ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ബോക്സിംഗ് ജിമ്മിൻ്റെ മുകളിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബോക്സിംഗ് ജിമ്മിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി താഴത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പതുക്കെ നമ്മൾ ലൂട്ടെടുത്ത് എല്ലാവരെയും കൊന്നു കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ താഴത്ത് ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നേരെ കാണുന്ന ബോക്സിൽ നിന്ന് വല്ല ഗണ്ണും കിട്ടുമോ നോക്കിയിട്ട് നമ്മൾ ആ FF കോയിൻസ് കൊടുത്ത് ബോക്സിംഗ് ജിമ്മിൻ്റെ ഉള്ളിലേക്ക് കയറാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു UMP കിട്ടിയിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ MP40 വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തേ, അതുകൊണ്ടാണ് തോന്നുന്നു UMP എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇനി അവിടെ കാണുന്ന ഒരു FF കോയിൻസ് ഇല്ലേ, അതും കൂടി എടുത്ത് ബാക്കിയുള്ള വീട്ടിൽ കയറി ഗണ്ണൊക്കെ തൂത്ത് വാരിയെടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ FF കോയിൻസ് എടുത്ത് ഈ EP കൂട്ടുന്ന സാധനമില്ലേ, അതിലൊന്ന് EP കൂട്ടിയിട്ട് വരാം. അപ്പോൾ EP കൂട്ടുന്ന സമയത്ത് ഇവിടെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടല്ലോ. ഈ ഗണ്ണൊക്കെ എടുത്ത് എല്ലാ വീട്ടിലും കയറി ഗണ്ണൊക്കെ എടുത്ത് നമുക്ക് ഈ ഓട്ടോറിക്ഷയിൽ കയറി മുങ്ങാം. അപ്പോൾ EP ഒക്കെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീട്ടിൽ കയറാൻ എൻ്റെ പ്ലാൻ. ഈ വീട്ടിൽ വല്ല ഗണ്ണും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും. കിട്ടുമോ നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഷോർട്ട് ഗൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് എല്ലാവരും കൊല്ലാണ് എൻ്റെ പ്ലാൻ. നമുക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ചാവും, ചിലപ്പോൾ നമ്മൾ പോയി അടിക്കും. നോക്കാം. നമ്മൾ നേരെ ബോക്സിംഗ് ജിമ്മിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ നമ്മൾ ബോക്സിംഗ് ജിമ്മിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഫസ്റ്റ് ആ നടുക്കുള്ള FF കോയിൻസ് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് എല്ലാ ഗണ്ണും തൂത്തുവാരി എടുക്കുന്നതായിരിക്കും. നമ്മളിതേ ഗണ്ണൊക്കെ തൂത്തുവാരി എടുക്കാൻ പോകുന്നത്. തൂത്തുവാരി എടുക്കുമ്പോൾ ഉടുത്തി പോകുന്നു. അവളെ അടിച്ചിട്ടു. അവളെ കൊന്ന് അവളുടെ ലൂട്ടൊക്കെ എടുക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരാൾ വേടിക്കുന്നത്. ഞാൻ അപ്പുറത്തേക്ക് UMP വെച്ച് വച്ച് കൊടുത്ത് നല്ല ഡാമേജ് ഇട്ട് അവനെ കൊന്നു. അവനെ കൊണ്ട് അവൻ്റെ ഇതിൽ ലൂട്ടൊക്കെ എടുക്കായിരുന്നു. പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, കുറച്ച് ആമോ കിട്ടി. അവനെ കൊണ്ട് അവൻ്റെ ലൂട്ടൊക്കെ തൂത്തുവാരി വേറെ ലൂട്ടൊക്കെ എടുക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ വേറെ വല്ല എനിമിയും വരണമെങ്കിൽ അവനെ കൊല്ലും, അവൾക്കൊന്നിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം 800 പോയിൻറ്റ്സ് ആയിട്ട് ഗൈസ്. നമ്മൾ നേരെ ആ മെഷീനിൽ പോയി വല്ല പെരാഫിലോ വല്ല വേറെ ഏതെങ്കിലും ഗണ്ണൊക്കെ കിട്ടുമെന്ന് നോക്കാൻ പോവാണ്. പിന്നെ വല്ല അപ്ഗ്രേഡ് ചിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ഗണ്ണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. മെഷീനിൽ നിന്ന് ലൂട്ടൊക്കെ തൂത്തുവാരി എടുക്കുമ്പോഴാണ് നമുക്കൊരു പെരാഫിൽ കിട്ടി. മോനെ സീൻ. ഇനി ഒരു MB40 കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് 2 ഗണ്ണാണ് MB40 പെരാഫിലും. രണ്ടും അടിപൊളി കോമ്പിനേഷനാണ് ഗൈസ്. അടിപൊളി കോമ്പിനേഷനൊക്കെ പറഞ്ഞു തീർന്നപ്പോഴാണ് ഒരു എനിമി ഒന്ന് നമ്മൾ അടിക്കാൻ നോക്കി. അടിച്ചില്ല. അപ്പോഴേക്ക് തൂത്തുവാരി അടിച്ച് കൊടുത്ത് അവളെ കില്ലെടുത്തു. ആ എനിമീനെ കൊന്ന അവൻ്റെ ലൂട്ടൊക്കെ എടുക്കുമ്പോഴാണ് ഗൈസ് അവിടെ ഒരു ബോക്സ് കണ്ടത്. നേരെ വച്ച് പിടിച്ചു ആ ബോക്സിലേക്ക്. ആ ബോക്സ് തട്ടിപ്പിടിച്ച് നേരെ വച്ച് പിടിച്ചു. പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോണില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് നോക്കിയേക്കാം. അത് നോക്കി അവിടെ നോക്കുമ്പോഴാണ് ഗൈസ് ഏതൊരുത്തൻ വന്ന് നമ്മളെ വെടിവെക്കണം. കോപ്പി ചെയ്തു വെടിവെച്ചു. അടിപൊളിയായിട്ട് കില്ലെടുത്തു ഗൈസ്. നമ്മളവൻ്റെ ബോക്സിലേക്ക് പോയി ലൂട്ടൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകാൻ ഇരിക്കുമ്പോഴാണ് എടുത്തത്. അവൻ നമ്മുടെ കില്ലെടുത്തില്ലേ, ആ ബോക്സിൽ ഒരു MB40 കിട്ടി. ആ MB40 വെച്ച് വച്ച് പിടിച്ച് അപ്പോഴേക്കും അവന് കൊടുക്കാം. പിന്നെ വച്ച് പിടിച്ചു, അവൻ്റെ പുറകെ ചെന്ന് വച്ച് പിടിച്ചു. അവൻ്റെ ഒരു കത്താന കിട്ടി. വേറൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല. ജമ കിട്ടി, വേറൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല. അവനെ കൊന്ന് അവൻ്റെ ലൂട്ടൊക്കെ എടുക്കുമ്പോഴാണ് അവൻ്റെ ടീംമേറ്റ് അപ്പുറത്തുനിന്ന് വെടിവെക്കുന്നു. ഞാൻ എവിടെ നോക്കി, എനിക്ക് ഒരു പിടുത്തം കിട്ടല്ല. അവൻ ആ വാതിൽമ അവിടെ നിന്ന് വെടിവെക്കുക. നമ്മൾ നേരെ അപ്പുറത്ത് പോയി കവറുന്ന ആ പെരാഫലിൻ്റെ സ്കോപ്പ് വെച്ച് അവരെ എവിടെയാന്ന് നോക്കുമ്പോഴാണ് 2 പേരുണ്ട് ഗൈസ്. ഒരുത്തനെ വണ്ടപ്പോഴേക്കും അവിടെ ഇട്ടു. വേറെ ചാവണുള്ള അത് നോക്കുമ്പോഴാണ് അവൻ അവിടെ നിന്ന് മുങ്ങി. ഞാൻ നേരെ പോയി അവനെ MB40 വെച്ച് വെടിവെക്കാൻ പ്ലാൻ ചെയ്തതാണ്.
പിന്നെ MB40 റെഡിയാക്കി വെച്ച് അവൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് അവനോട് കാണാനില്ല. അവൻ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങി. ഇതേ പോണവൻ, ഇതേ പോണ്. നമ്മൾ ഇതേ തത്തൂശയുടെ സ്കില്ല് വെച്ച് ഭയങ്കര സ്പീഡിൽ പോയിട്ട് നേരെ അവൻ്റെ തലടിച്ച് പൊട്ടിച്ചുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ നേരെ ചെന്ന് അവൻ്റെ ലൂട്ടൊക്കെ എടുത്തു. പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ ആ വെൻഡിങ് മെഷീനിലേക്ക് പോകാനിരുന്നപ്പോഴാണ് സോൺ പറഞ്ഞത്. സോണിൻ്റെ ഉള്ളിൽ പെട്ടാൽ നമ്മൾ ചാവും. അതുകൊണ്ട് നേരെ നമ്മൾ അടുത്ത സ്ഥലത്ത് പോയി അടുത്ത വെൻഡിങ് മെഷീനിൽ നോക്കാനാണ് എൻ്റെ പ്ലാൻ. മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടെ അടുത്ത് വേറൊരു വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. അവിടേക്ക് പോയി ലൂട്ടൊക്കെ തൂത്ത് വരെ എടുക്കാനുള്ള പ്ലാൻ. അപ്പോൾ അതേ പോണ വഴിക്ക് ഇവിടെ ഫസ്റ്റ് എടുത്തില്ല. നമ്മൾ ഒന്നും ബാക്കി വെക്കില്ല. അതേ ആ നേരെ കാണാൻ എന്താണ് ഒരു വെൻഡിങ് മെഷീൻ ഇരിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ നേരെ ആ വെൻഡിങ് മെഷീൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഇവിടെ ഒരു ബോട്ട്സിനെ വെട്ടി പൊട്ടിച്ചു. എന്നിട്ട് അതിലുള്ള ലൂട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. കുറച്ച് മെഡിക്കറ്റ് കിട്ടി. എന്നിട്ട് നമ്മൾ നേരെ വെൻഡിങ് മെഷീനിലേക്ക് പോവാണ്. ഇവിടെ ഗൈസ് ഇവിടെ അടുത്ത് ഇവിടെ കണ്ടാണ് ഗൈസ് വെൻഡിങ് മെഷീൻ ഇരിക്കുന്നത്. മാപ്പിൽ നോക്കിയിട്ട് ഇവിടെ അടുത്താണ്. നോക്കുമ്പോൾ കുറേ കല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കണം. വെൻഡിങ് മെഷീൻ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുള്ള ഗൈസ്. എന്ത് പണിയാണിത്. അപ്പം നമ്മൾ കുറച്ച് ദിവസം ചുറ്റിക്കറങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അതിനെ വെട്ടി പൊട്ടിച്ച് നമ്മൾ ഒരു ലൂട്ടൊക്കെ എടുക്കാൻ വിചാരിച്ചപ്പോഴാണ് ദേ നിൽക്കുന്നത്. ഇത്രയും നേരം ഞാൻ ഈ വെൻഡിങ് മെഷീനായിരുന്നു തപ്പിക്കൊണ്ടിരിക്കണം. വെൻഡിങ് മെഷീൻ്റെ ഉള്ളിൽ ചെന്ന് ലൂട്ടൊക്കെ എടുത്തു. അതായത് നമ്മുടെ ക്യാരക്ടറിൻ്റെ കൂടെയാണ് തത്തൂസിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻഡിങ് മെഷീൻ അപ്ഗ്രേഡ് ചിപ്പ് കിട്ടില്ല എങ്കിലും നമ്മുടെ അസറിലേക്ക് കിട്ടിയിരുന്നു. ഇവിടെ ഇടയിൽ അസറിലുണ്ടോ നോക്കി ദേ നിൽക്കണ കേസ്. ഞാൻ അസറിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. അത് നേരെ പോയി ആ അസറിൽ നിന്ന് ഓപ്പൺ ചെയ്ത് സൂപ്പർ മെഡിക്കേറ്റൊക്കെ എടുക്കും എന്നാണ് എൻ്റെ പ്ലാൻ ഗൈസ്. അസറിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് രണ്ട് പെട്ടിന്ന് ആമ ഒക്കെ എടുത്ത് എനിക്ക് പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഞാൻ കുറേ ആമ ഇങ്ങനെ എടുക്കണ കാരണം എനിക്ക് പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ലാസ്റ്റായപ്പോൾ 1v1 സിറ്റുവേഷൻ ആമ തീർന്നു. ഞാൻ ആകെ പെട്ടു ഗൈസ്. പിന്നെ എൻ്റെ വാളുണ്ടായിരുന്നു. അവൻ്റെ അടുത്തേക്ക് പോയി വെട്ടാനും പറ്റില്ല. അവസാനം ഞാൻ ചത്തു. ഇത് ഈ സാധനമൊക്കെ തുറന്നിട്ട് അസറൊക്കെ തുറന്നിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ പോയി ലൂട്ടൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കണ്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. പെരാഫിൽ MB40 ഫേവറേറ്റ് കോമ്പിനേഷൻ ഗൈസ്. ദേ ഒരുത്തം പോകുന്നു. ഞാൻ പെരാഫിലേക്ക് വച്ചു കൊടുത്തു. നല്ല ഡാമേജ് കൊടുത്തു. അതിന് ലൈഫ് തീരാറായപ്പോൾ അവൻ നമ്മുടെ മുങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷേ ഞാൻ ഓടിച്ചെന്നവന് നല്ല ഡാമേജ് കൊടുത്ത് അവനെ ഇങ്ങോട്ട് കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു MB40 നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ആമ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആ അവിടേക്ക് പോയി കുറച്ച് ലൂട്ടൊക്കെ എടുക്കാൻ ദേ ഒരു പെട്ടി കിടക്കണം. കുറേ പെട്ടിട്ടുണ്ട് ഗൈസ്, കുറേ പെട്ടി. അവിടെ നിന്ന് ചെന്ന് ലൂട്ടൊക്കെ എടുക്കാനാണ് എൻ്റെ പ്ലാൻ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടേക്ക് വന്നു. ഈ സൈഡിലാണ് ഈ ബിൽഡിങ്ങിൽ. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി എനിമീസിനെ ഷൂട്ട് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ഗൈസ് അതിൻ്റെ മുകളിൽ കയറി എയിം ചെയ്യാനായിട്ട് നിന്നപ്പോഴാണ് ഒരു ബോക്സ്. അതിന് വല്ല അപ്ഗ്രേഡ് ചിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമായില്ലോ. പരാഫിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ നേരെ ബോക്സിൻ്റെ അടുത്തേക്ക് പോയി അതിലെ ലൂട്ടൊക്കെ എടുക്കാനാണ് എൻ്റെ പ്ലാൻ. നമ്മൾ നേരെ ബോക്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കയറി പിടിക്കും. ഒച്ച കൊടുത്ത് അവന് കില്ലെടുത്തു. അവൻ്റെ ബോക്സിൽ ലൂട്ടൊക്കെ എടുക്കാൻ പോണ്. ലൂട്ടൊക്കെ എടുത്തു. അവൻ്റെ ബോക്സിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഒരു കുന്തും ഉണ്ടായിരുന്നില്ല. നേരെ പോയി വല്ല അപ്ഗ്രേഡ് ചിപ്പ് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അവരൊന്നുമില്ല. എന്നിട്ട് ആ FF കോയിൻസ് എടുത്ത് നേരെ പോകുമ്പോഴാണ് എടുത്തത്. ആ എനിമി എന്നെ വെടിവെക്കാൻ നിന്നതായിരുന്നു. പക്ഷെ വെടിവെച്ച് കൊടുത്തു ഗൈസ്. എന്നെ വെടിവെക്കാൻ ആർക്കും പറ്റില്ല. ഗൈസ് അപ്പോൾ അവനെങ്കിലും എടുത്ത് അവൻ്റെ ബോക്സിലെ ലൂട്ടൊക്കെ എടുക്കാനായിരുന്നു ഒരു പ്ലാൻ. എന്നിട്ട് ഞാൻ അവിടെ പോയി പതിവ് പോലെ പ്രത്യേകിച്ചൊന്നുമില്ല. ഗൈസ് നമുക്ക് ഒരു വുഡ് പെക്കർ കിട്ടി. വുഡ് പെക്കറും MB40 അത്യാവശ്യം നല്ല കോമ്പിനേഷനാണ്. നോക്കുമ്പോൾ 4 പേര്
ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എല്ലാവരും ടീമാവും, ഞാൻ പെടുന്നു. പക്ഷെ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും ദൈവം ഇന്ന നല്ല ഡാമേജ് വന്നു. എങ്ങനെയൊക്കെ ഗ്ലൂ വാളിട്ട് അവൻ മാനേജ് ചെയ്തു, ഞാൻ മാനേജ് ചെയ്തു. അപ്പോൾ ഗ്ലൂ വാളിട്ട് അടിക്കണം. പക്ഷെ എൻ്റെ പൊന്നു കേസ് അവൻ എനിക്ക് നല്ല ഡാമേജ് വന്നു. എന്ത് പരിപാടിയാണ് കേസ് ഇത്. ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഗൈസ് അവൻ സൈഡിൽ നിന്നൊന്നും അടിക്കുന്നത്. അവനെന്തിടാൻ നോക്കി, ഗ്രനേഡാന്നാ തോന്നണേ, എന്തിടാൻ നോക്കി. പക്ഷെ സമ്മതിച്ചില്ല. നമ്മളവനെ അടിച്ചു കൊന്നു കേസ്, അടിച്ചു കൊന്നു. പിന്നെ അവന് ഇതേ ഇവിടെ ഒരു സാധനം ഇട്ടുണ്ടായിരുന്നു, അതെന്ന് തോന്നണേ അവൻ നേരത്തെ ഇട്ടുണ്ടായിരുന്നു. അവൻ കൈ ഇങ്ങനെ പൊക്കണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് നേരെ അവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്തേക്ക് പോയേ. അവിടെ ആരെങ്കിലും ഉണ്ടാവുന്ന എന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ അതില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വെടിവെച്ച് കയറ്റിയിട്ട് അവിടേക്ക് പോയതാണ് ഗൈസ്. അവിടെ വേറെ കിട്ടും. അവിടെ അവനെങ്കിലും എടുത്ത് നോക്കുമ്പോൾ വേറൊരു സൈഡിൽ നിന്ന് അടിക്കണം. എവിടെ നേരെ പോയി ആ മരത്തിൻ്റെ അവിടെ കവറിന്ന് അവൻ വരുമ്പോൾ അടിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ വിചാരിച്ച ഒരാൾ വന്ന് MP40 വെച്ച് അടിച്ചു കൊടുത്ത് 1v1. ഞാനും വേറൊരാൾ മാത്രമേ ഉള്ളൂ കേസ്, ഞാനും വേറൊരാൾ മാത്രം. അവനെവിടെ നോക്കുമ്പോഴാണ് അവനെ കാണാനില്ല. പക്ഷേ നേരത്തെ ഞാൻ ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവൻ്റെ ബോക്സ് അവിടെ കിടക്കണ്ടായിരുന്നു. അവൻ്റെ ലൂട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. എടുത്ത് നോക്കുമ്പോൾ വേറൊരുത്ത എന്നെ അടിക്കുന്നു. അവൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അടിച്ചു കൊടുത്ത് ബുള്ളി അടിച്ച് ഗായ്സ്. ഈ നിങ്ങൾക്ക് അടുത്ത വീഡിയോ. അപ്പോൾ അടുത്ത കളി ഏത് കളിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. ലോൺ വുൾഫ് കളിക്കണം, ക്ലാഷ് കോഡ് കളിക്കണം, BR കളിക്കണം.